ലോകത്തെ മികച്ച മാതൃകകളും മാറ്റങ്ങളും കായംകുളത്തെത്തിക്കുമെന്ന് മന്ത്രി എം ലിജു. മിനിസ്റ്റേഴ്സ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. പുതുതലമുറയുടെ സ്വപ്നങ്ങളും ആശയങ്ങളും സാക്ഷാത്കരിക്കാൻ ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. വേരുകളിൽ ഊന്നി നിൽക്കുന്ന പ്രലോഭനങ്ങളെ ചെറുക്കുന്ന നവസൃഷ്ടാക്കളാകും കായംകുളത്തിന്റെ പുതുതലമുറയെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. കായംകുളത്ത് മിനിസ്റ്റേഴ്സ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികളുടെ സ്വപ്നങ്ങളും ആശയങ്ങളും സാക്ഷാത്കരിക്കാൻ ഒപ്പമുണ്ടാവും. പുതുതലമുറയ്ക്ക് ഭാവിയിലെ സ്വപ്നങ്ങളെ കുറിച്ച് അറിയാൻ അവസരമൊരുക്കും. ഇതിനായി ലോകത്തെ മികച്ച മാതൃകകളും മാറ്റങ്ങളും കായംകുളത്ത് കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. മക്കളെക്കാൾ കൂടുതൽ അഭിമാനം തീർച്ചയായിട്ടും അവരെ വളർത്തുന്ന മാതാപിതാക്കൾക്കും മറ്റ് ബന്ധുക്കൾക്കുമാണ്. മലയാളിയുടെ ഒരു ജീവിതം തന്നെ അങ്ങനെയാണ്. ജീവിക്കുന്നത് സ്വന്തമായി ജീവിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് ഓരോരുത്തരും ജീവിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയാണ്. മക്കൾ കഴിഞ്ഞാൽ പിന്നെ ചെറുമക്കളായി. ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ മാത്രമാണ് പലപ്പോഴും സ്വന്തം ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ അവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ ചേർത്ത് പിടിച്ചിരിക്കുന്ന കരങ്ങളെ കൂടി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യരായ രണ്ട് നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ആദരണീയനായ അച്യുത് ശങ്കർ സാർ നമ്മുടെ ഭാവിയെ കുറിച്ച് മനോഹരമായ ഒരു അല്ലെങ്കിൽ ഭാവിയുടെ കാഴ്ചകൾ നമ്മെ കാണിച്ചത്. നമ്മോടൊപ്പം നിൽക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടുകളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന, നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന യന്ത്ര മനുഷ്യർ. ഇതൊക്കെ നടക്കുമോ എന്നൊരു ചോദ്യത്തിന് നടക്കുമെന്ന് തന്നെയാണ് ഉത്തരം. ഒരു സംശയം അക്കാര്യത്തിൽ ആർക്കും വേണ്ട. ഷാഫി പറമ്പിൽ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സെക്കൻഡ് വരെ ഞാൻ വിചാരിച്ചത് ഹീസ് പ്രിപ്പയറിംഗ് യു ഫോർ ആർ ഫ്യൂച്ചർ. നാടിന്റെ നല്ല നാളേക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കുകയാണ് നിങ്ങളുടെ MLA എന്നുള്ളതാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് വരെയും ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ചിരുന്ന ആശയം. പക്ഷെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം നിങ്ങളെ അഡ്രസ് ചെയ്തപ്പോൾ അപ്പൊ എനിക്ക് അതിനോട് ഒരു വരിയും കൂടെ ചേർക്കാൻ ആഗ്രഹം തോന്നുകയാണ്. നാടിനെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് നിങ്ങളുടെ MLA എന്നുള്ളതും കൂടെ ഈ വേദിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം ഒരു ഇനീഷ്യേറ്റീവ്, ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ ആകെത്തുക അതാണ്. നാട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ നാടിന് വേണ്ടിയും നമ്മൾ നമുക്ക് വേണ്ടിയും ഒരുങ്ങുന്നതിനെ കായംകുളത്തിന്റെ നാളെ സംബന്ധിച്ചുള്ള സ്വപ്നങ്ങളുടെ കരുത്ത് പകരാൻ പ്രൗഡ് കായംകുളം എന്നുള്ളത് ഏതെങ്കിലും ഒരു ഇനീഷ്യേറ്റീവിന്റെ പേര് മാത്രമല്ല, അത് നാളെ ഈ നാടിന്റെ അഭിമാന ബോധമായി മാറുമെന്ന് സ്വപ്നം കാണുന്ന ഒരു ജനപ്രതിനിധിയുടെ മനോഹരമായ ഒരു ഇനീഷ്യേറ്റീവിൽ ഈ സംഗമത്തിൽ വേദിയിലെ പ്രഗത്ഭന്മാരായ ആളുകളോടൊപ്പം നിങ്ങൾക്കുമൊപ്പം അല്പസമയം ചെലവിടാൻ അവസരം ലഭിച്ചതിന്, എന്നെ ക്ഷണിച്ചതിന് കേരളത്തിന്റെ എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രിയോട് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഈ വേദിയിൽ അറിയിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ അച്യുത് ശങ്കർ മുഖ്യ പ്രഭാഷണം നടത്തി. ആലപ്പുഴ SD കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജിത് തേവൂരേത്ത് മുഖ്യാതിഥിയായിരുന്നു. പത്മശ്രീ G ദേവകിയമ്മയെ ചടങ്ങിൽ ആദരിച്ചു. കായംകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് SLC, ഹയർ സെക്കൻഡറി, CBSE, ICSE, ISE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും 90% മുകളിൽ മാർക്ക് നേടിയവർക്കും ഉന്നത ബിരുദം നേടിയവർക്കും കലാകായിക രംഗത്തെ മികച്ച പ്രതിഭകൾക്കുമാണ് മന്ത്രി എം ലിജു മിനിസ്റ്റേഴ്സ് എക്സലൻസ് അവാർഡ് ഏർപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.